ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്നും കനാൻ ദേശത്തിലേക്ക് വരികയാണ്. ദൈവം അത്ഭുതകരമായി അവരെ നടത്തി. അനേകം അത്ഭുതങ്ങൾ അവർ കണ്ടു. അവർ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ ദൈവം അവർക്കായിട്ട് തുറന്നു. വലിയ വലിയ അത്ഭുതങ്ങൾ, ലോകത്തിൽ ഇന്ന് വരെ നടക്കാത്ത അത്ഭുതങ്ങൾ. വലിയ ചെങ്കടലിനെ രണ്ടായിട്ട് ദൈവം മാറ്റി അതിന് നടുവിലൂടെ അവരെ കടത്തിക്കൊണ്ടുപോയി. ആഹാരത്തിന് അവർക്ക് കുറവ് വരാതെ വണ്ണം ദൈവം എല്ലാ ദിവസവും ആഹാരം കൊണ്ടവരെ നിറച്ചു. അതിന് പറയുന്നൊരു പേരാണ് മന്ന. അവരുടെ കൂടാരത്തിൻ്റെ വെളിയിൽ മഞ്ഞ് പോലെ ഇത് വന്ന് വീഴും. അവർ പ്രഭാതമാകുമ്പോൾ അവർ നോക്കുമ്പോൾ അതാ ചെതറിക്കിടക്കുവാണ് ഈ സാധനം. എന്താണെന്നറിയത്തില്ല അവർക്ക് ഈ സാധനം. അപ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം ദൈവം തന്ന ആഹാരമാണ്. നിങ്ങൾക്ക് ആവോളം അത് പറക്കിക്കൊള്ളുവാൻ പറഞ്ഞു. അവരത് പറക്കിയെടുത്തു. എന്നാൽ സൂര്യൻ്റെ ചൂട് കൂടി വരുമ്പോൾ അത് ഉരുകിപ്പോകും. അതിനു മുൻപേ അത് ശേഖരിക്കണം. അതിനൊരു ലിമിറ്റുണ്ട്. മോശ പറഞ്ഞു, നിങ്ങൾക്കൊരു ലിമിറ്റ് ഞാൻ തന്നിട്ടുണ്ട്, അതുവരെ മാത്രമേ നിങ്ങളത് ശേഖരിക്കാവൂ. എന്നാൽ അതിൽ കൂടുതൽ ചിലത് ശേഖരിച്ചു വെച്ചു. അത് പിറ്റേ ദിവസം ആയപ്പോൾ അത് നാറുന്ന ഒരവസ്ഥയായിട്ട് മാറി. അപ്പോൾ അനുസരണക്കേട് കാണിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. പുറപ്പാട് 16:31 പറയുന്നു, ഇസ്രായേല്യർ അതിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലി പോലുള്ളതും വെളുത്തതും തേൻ ചേർത്ത ദോശയുടെ രുചിയുള്ളതുമായിരുന്നു. തേൻ ചേർത്ത ദോശ. എത്ര ടേസ്റ്റി ആയിട്ടൊരു ആഹാരമാണ് ദൈവം അവർക്ക് കൊടുത്തത്. ഇത്രയും ടേസ്റ്റായിട്ടുള്ള ആഹാരം അവർക്ക് കിട്ടിയിട്ടും ദൈവത്തിൻ്റെ മക്കൾ പെറുപെറുത്തു. അവർക്കത് പോരാ. അവർക്ക് പഴയ ടേസ്റ്റ് വേണം. ഏതാ? ഈജിപ്തിൽ അവർ കഴിച്ചൊരു ടേസ്റ്റ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ. അവിടെ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ഇറച്ചി ആര് തരും? മധുരമുള്ള തേൻ ചേർത്ത ദോശ പോലുള്ള ടേസ്റ്റി ഫുഡ് കഴിച്ചിട്ടും അവർ പറയുവാണ്, ഞങ്ങൾക്കിത് പോരാ, പഴയ ഇറച്ചി വേണം. ഞങ്ങൾക്ക് ഇറച്ചി ആര് തരും? അടുത്ത് പറയുന്ന നോക്കോളേ, ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ ഭക്ഷിച്ചുള്ള, പൈസ കൊടുക്കാതെ തന്നെ അവർക്ക് ഭക്ഷിച്ചിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഓ, ദൈവം തന്ന മന്നെ ഞങ്ങൾക്ക് ഓർക്കാൻ സമയമില്ല. ഞങ്ങൾ ഓർക്കുന്നു പണ്ട് കഴിച്ച ചിറ്റുള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇതെല്ലാം ഞങ്ങൾ ഓർക്കുവാണ്. അന്ന് കഴിച്ച മീനിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. ദൈവമക്കൾക്ക് വീണ്ടും പെറുപെറുപ്പ് പഴയതിന് വേണ്ടി. ഈ മന്ന അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല, ഇന്നത് മാത്രമേ ഉള്ളൂ. ദൈവത്തിനെതിരെ പെറുപെറുക്കുന്ന ഒരു ജനം. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെയാണോ? ദൈവം ഏറ്റവും മധുരമായുള്ള സകല അനുഗ്രഹങ്ങളും നമുക്ക് തരുമ്പോൾ നമ്മൾ വീണ്ടും പെറുപെറുക്കുകയാണോ? ദൈവം തന്ന നന്മകളെ മറന്നുകൊണ്ട് പരാതി പറയുന്നവരായിട്ട് മാറി ഇസ്രായേൽ മക്കൾ. അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? മരണമാണ് അവരെ കാത്തിരുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും മധുരമുള്ളതായിരിക്കും ദൈവം നമുക്ക് ചെയ്തു തരുന്നത്. ഗോഡ് ബ്ലെസ് യു.